ഞങ്ങൾ ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കി ബാഗൊക്കെ പാക്ക് ചെയ്ത് പോകുന്നത് ഒരു ഡേറ്റിനായിട്ടാണ്. അതെ, എൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ടുള്ള ഫസ്റ്റ് ഡേറ്റ്. സോ ഇതാണ് എൻ്റെ ബോയ് ഫ്രണ്ട്, മൈ വൺ ആൻഡ് ഓൺലി തുങ്കു. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഡേറ്റ് ആണെങ്കിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അക്കയും നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം പോയത് സിറ്റി സെന്ററിലെ ഫൺ സിറ്റിയിലേക്കാണ്. ഫൺ സിറ്റി ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഫണ്ണായിരുന്നു. എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞങ്ങൾ ഇങ്ങനെ നെട്ടോട്ട് ഓടുകയായിരുന്നു. ആസ് എ പേരൻസ് ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞിനോട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. എല്ലാ പേരൻസും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കത് കുറച്ചുകൂടി കൂടുതലാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കൂടുതൽ സമയം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം, അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കണം. അതിപ്പോൾ ഞാൻ എത്ര ടയേർഡ് ആണെങ്കിലും അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുമില്ല. അതുകൊണ്ട് തന്നെ കുറേ കാലങ്ങളായിട്ട് വിചാരിക്കുന്നതാണ് ഞാനും തുങ്കും കൂടെ പുറത്തു പോകണം എന്നുള്ളത്. അവൻ ഏകദേശം ഒരു 7 മാസം ഉള്ളപ്പോൾ വാങ്ങിയ കാർ സീറ്റർ ആണെങ്കിലും ഇതുവരെ അവൻ അതിൽ ഒറ്റയ്ക്കിരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതിന്റെ കാരണവും ഞാൻ തന്നെയാണ്. അവനെ എപ്പോഴും ഞാനാണ് മടിയിൽ പിടിച്ച് പുറകിലിരിക്കാറ്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടോ അക്കയുടെ കൂടെ അവൻ കാർ സീറ്റിൽ പുറകിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സോ ഇതുവരെ എടുക്കാത്ത എൻ്റെ കാഷ്വൽ ലീവിൽ ഒരു കാഷ്വൽ ലീവ് എടുത്ത് ഞങ്ങൾ ഇന്ന് അടിച്ച് പൊളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ ഉദ്ദേശം രണ്ടാണ്. ഒന്ന് ഫൺ സിറ്റിയിൽ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതും, രണ്ടാമത് എൻ്റെ കുഞ്ഞിനായിട്ട് കുറേ മീനുകളെ വാങ്ങാം. അതായത് ഒരു കുഞ്ഞി അക്വേറിയമാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് സൂക്കിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഫൺ സിറ്റിയിൽ നിന്ന് ഉച്ചയായപ്പോഴേക്കും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ഫുഡ് കോർട്ടിലുള്ള പാപ്പ ജോൺസിലേക്കാണ്. പാപ്പ ജോൺസിന് ഒരു ലഞ്ച് മീലാണ് വാങ്ങിയത്. കാരണം ഞാൻ പുറത്തുനിന്നുള്ള ഭക്ഷണം എൻ്റെ കുഞ്ഞിന് തീരെ കൊടുക്കാറില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ കുറച്ച് പിസയും അതേപോലെ തന്നെ അവന് വേണ്ടി പാക്ക് ചെയ്തെടുത്തിട്ടുള്ള 2-3 ഈന്തപ്പഴവും കഴിച്ചിട്ടുണ്ട്. ലഞ്ച് മീലിൽ നമ്മൾ പറഞ്ഞത് മെക്സിക്കൻ ഓലയും അതേപോലെ തന്നെ സലാഡിന് പകരം ചീസ് സ്റ്റിക്സുമാണ് പറഞ്ഞത്. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ നമ്മൾ പോകുന്നത് അക്വേറിയത്തിന്റെ ഫിഷ് ബോൾ വാങ്ങാനായിട്ട് അൻസാർ ഗാലറിയിലേക്കാണ്. അവിടുന്ന് നമ്മളൊരു ഫിഷ് ബോളും കുറച്ച് കല്ലുകളും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ സൂക്കുവാക്കിഫിലേക്ക് വന്നിട്ടുണ്ട്. സൂക്കുവാക്കിഫിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റിയിലുള്ള കിളികളും ആമക്കുഞ്ഞുങ്ങളും, മുൻപാണെങ്കിൽ കുഞ്ഞുടുപ്പൊക്കെ ഇടിപ്പിച്ച് ഒരുപാട് മുയലും കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇവർ മുയലിനെ ഇപ്പൊ മൊത്തത്തിൽ നിർത്തിയിട്ടുണ്ട്. ഈ കാണുന്ന കിളികൾ നമ്മുടെ നാട്ടിലെ കാടക്കോഴികളുടെ വെളുത്ത വെർഷൻ ആണോ? കിളികളെ കൂട്ടിലടയ്ക്കുന്നത് ശാപമാണ് പാപമാണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾക്കിത് കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയി കളർ മീനെ വാങ്ങാനായിട്ട്. ഞങ്ങൾക്ക് ഗോൾഡ് ഫിഷ് മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം ബാക്കി ഈ കാണുന്ന എല്ലാ മീനുകൾക്കും ഓക്സിജൻ വേണം. നമ്മൾക്ക് അത്രയും നല്ലൊരു സെറ്റപ്പ് ഇല്ലല്ലോ. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് നമ്മുടെ നാടൻ തത്തേനെ കണ്ടത്. അങ്ങനെ കുറച്ച് നേരം തത്തേനൊക്കെ നോക്കി നിന്ന് നമ്മൾ സൂക്കുവാക്കിഫിന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയതും ഫിഷ് ബോളിൽ കുറച്ച് സ്റ്റോണൊക്കെ ഇട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ മീൻകുട്ടന്മാരെ മൊത്തത്തിൽ വെള്ളത്തിലേക്ക് ഇട്ടു. ഇവിടെയാണ് എനിക്ക് ഏറ്റവും വലിയ അടി പറ്റിയത്. ഈ ഇട്ട മീൻകുട്ടന്മാരെ കണ്ടിട്ട് എന്റെ കുഞ്ഞ് ഭക്ഷണമാണെന്ന് വിചാരിച്ചിട്ട് അമ്മാമ്മ എന്ന് പറഞ്ഞ് അതുങ്ങളെ പിടിക്കാൻ പോകുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ ഒരു തരത്തിൽ അവനെ കൺവിൻസ് ചെയ്തിട്ട് അവന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന ഹെൽത്തി ഫുഡും കഴിപ്പിച്ചിട്ട് ഞങ്ങൾ ഇനി റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ മൊത്തം ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഞങ്ങൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഡേറ്റിന് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്